ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മൾ പുതിയൊരു സെഷനുമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓൾറെഡി സെഷനിൽ കാണാം. അതായത് 12th ലെവൽ പരീക്ഷകൾക്ക് അല്ലെങ്കിൽ വരാൻ പോകുന്ന 4th ലെവൽ പരീക്ഷകൾക്ക് എങ്ങനെയാണ് ഒറ്റ പഠിത്തം കൊണ്ട് ഓരോ പരീക്ഷകൾ ഇത്രയും പരീക്ഷകൾ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മൾട്ടിപ്പിൾ ആയിട്ട് ഓരോ പരീക്ഷകളും നിങ്ങൾക്കറിയാം അല്ലേ, 4th ലെവൽ പരീക്ഷകൾ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളത് 4th ലെവൽ പരീക്ഷകൾ എഴുതുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നല്ല വ്യക്തമായ ധാരണ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന രീതികൾ പലപ്പോഴും തെറ്റായി പോയതുകൊണ്ടാണ് നിങ്ങൾ ലിസ്റ്റിൽ വരാത്തത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് ഇനി വരുന്ന എല്ലാ 4th ലെവൽ പരീക്ഷകൾക്കും കൂടി ഒരു ഒറ്റ പഠിത്തം കൊണ്ട് ലിസ്റ്റിലാവുക എന്നുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 4th ലെവൽ പരീക്ഷകൾ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് മാത്രമുള്ളതാണ്. സ്കിപ്പ് ചെയ്യാതെ ആദ്യാവസാനം കണ്ടു തീർക്കുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആയിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ഒട്ടും വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഈ 4th ലെവൽ പരീക്ഷകളുടെ സിലബസ്. അതിപ്പോൾ ഏത് 4th ലെവലും ആയിക്കോട്ടെ, 10th ലെവൽ ക്വാളിഫിക്കേഷനിൽ വരുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആയിക്കോട്ടെ, 10th ലെവൽ ക്വാളിഫിക്കേഷനിൽ വരുന്ന IRB ആയിക്കോട്ടെ, +2 ലെവലിൽ വരുന്ന CPO, CEO, ഫയർമാൻ പോലുള്ള പരീക്ഷകൾ, അതിൻ്റെ വുമൺ എക്സാംസ് എല്ലാം എന്തോ ആയിക്കോട്ടെ, എന്താണോ എക്സാംസ്, ബീറ്റ് ആയിക്കോട്ടെ, ഇതാണ് സിലബസ് എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ സിലബസ് പരിചയമില്ലാത്ത ആൾക്കാർക്ക് വെറുതെ ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾ ഏവരും പരിചയമുള്ള ആൾക്കാരാണ്, എന്നാൽ ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ്. അതുകൊണ്ട് മാത്രം നമുക്കിവിടെ ആകെ 100 മാർക്കിൻ്റെ പരീക്ഷയാണ് എഴുതാനുള്ളത്. 100 മാർക്കിൻ്റെ പരീക്ഷ. ഇതെങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 40 മാർക്കിൻ്റെ GK, ഇവിടെ 10 മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ്, പിന്നെ 30 മാർക്കിൻ്റെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ്. ഇത്രയും അടങ്ങുന്നതാണ് ഈ പറഞ്ഞ 100 മാർക്കിൻ്റെ വെയിറ്റേജ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഓരോന്ന് നമുക്ക് നോക്കാം. അതായത് ഏകദേശം ഇതുവരെയാണ്, ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ആദ്യം പറഞ്ഞ 40 മാർക്കിൻ്റെ പാർട്ട് വരുന്നത്. നമുക്കിതിനെ പാർട്ടായിട്ട് ആദ്യം ഒന്ന് തിരികേണ്ടതായിട്ടുണ്ട്. പാർട്ട് 1-ൽ നമുക്ക് GK ചേർക്കാം. അതായത് പാർട്ട് 1 എന്ന് പറയുന്ന GK അടങ്ങുന്ന 40 മാർക്ക്, പാർട്ട് 2 എന്ന് പറയുന്ന കറണ്ട് അഫെയർ അടങ്ങുന്ന 10 മാർക്ക്, പാർട്ട് 3 എന്ന് പറയുന്നത് 30 മാർക്കിന് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, പാർട്ട് 4 എന്ന് പറയുന്നതാണ് സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്ക്, ഓൾ ടുഗദർ 100 മാർക്ക്. ഈ രീതിയിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പഠനം ഒന്ന് ക്രോഡീകരിക്കുക. ഈ 40 മാർക്കിൽ നിങ്ങൾക്ക് എളുപ്പം ആദ്യം അടിച്ച് എടുത്ത് പഠിക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് എക്കണോമിക്സിൻ്റെ ഭാഗത്തുള്ള ടോപ്പിക്ക്. ഓക്കെ, എക്കണോമിക്സ് ഇതിവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം തന്നെ ഇനി മറ്റൊരു രീതിയിൽ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് എക്കണോമിക്സ് ഉൾപ്പെടുന്ന ഈ 5 മാർക്കിൻ്റെ ടോപ്പിക് 15 മാർക്കിൻ്റെ ഒരു 15 മാർക്സ് ക്ലബ്ബായിട്ട് നമുക്ക് വെക്കാം. ഓക്കെ, ഇനി 8+3-ന്റെ 11 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള കോൺസ്റ്റിറ്റ്യൂഷനും പിന്നെ നമ്മുടെ ഭരണ സംവിധാനം കേരള സിവിക്സ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ ഉണ്ടല്ലോ 3 പേര് സയൻസുകാർ, 10 മാർക്കാണ്, 10 മാർക്ക്. പിന്നെ ഒറ്റപ്പെട്ടിരിക്കുന്ന കലാസാഹിത്യം 4 മാർക്ക്, പിന്നെ നമ്മുടെ കറണ്ട് അഫെയർ 10 മാർക്ക്. ഓക്കെ, ഇനി പോട്ടെ, ഇത് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കട്ടെ. ഇത് എങ്ങനെ പഠിക്കണമെന്ന് നമുക്ക് സംസാരിക്കാം. പക്ഷേ നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുത്ത് തീർക്കേണ്ടത് ഇംഗ്ലീഷ്, നമ്മുടെ ഈ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് അല്ല. ഈ വരുന്ന ഇന്ത്യൻ ഭരണഘടനയും കേരളം ഭരണവും ഭരണ സംവിധാനവും നിങ്ങൾക്ക് 11 മാർക്ക് ഒറ്റയടിക്ക് അടിച്ചെടുക്കാൻ പറ്റിയ ടോപ്പിക്കാണ്. കാരണം 8 മാർക്കിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, 3 മാർക്കിൻ്റെ സിവിക്സ് ചേർത്ത് 11 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഈ 11 മാർക്കിന് പഠിക്കുന്ന ടോപ്പിക്കുകൾ വളരെ വാസ്റ്റ് ഒന്നുമല്ല, വർത്ത് ടോപ്പിക്കാണ്. നിങ്ങൾ പഠിച്ചു വെച്ചത് വേർത്ത്. ഇതിൽ നിങ്ങൾക്കിപ്പം കേരളം ഭരണ സംവിധാനത്തിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായാലും ഒരു പദ്ധതിയായിരിക്കും. ആ പദ്ധതികൾ പഠിച്ചു വയ്ക്കുമ്പോൾ അവിടെ 1 മാർക്ക് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മുടെ വിവിധ കമ്മീഷൻസിൽ നിന്നൊരു ചോദ്യം വരാം, അവിടെ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാം. പിന്നെ 1 മാർക്ക് ലാൻഡ് റവന്യൂ, അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളത് വിടുക, നിങ്ങളത് മനസ്സിലാക്കുക. അവിടെ തന്നെ 2 മാർക്കായി. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് വരുമ്പോൾ 4th ലെവൽ നന്നായിട്ട് നോക്കുന്ന ഒരാൾ ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടെ ഒരു 6 മുതൽ 7 മാർക്ക് വരെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ തന്നെ 7ഉം 2ഉം 9 മാർക്ക് 11 നിങ്ങൾ നേടിക്കഴിഞ്ഞു. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു പഠനം കൊണ്ട് നിങ്ങൾക്ക് ആദ്യം എന്ത് തീർക്കാൻ പറ്റും? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുള്ളത് തീർക്കാൻ പറ്റും. ഒപ്പം നിങ്ങൾക്ക് കേരളം ഭരണ സംവിധാനവും വ്യക്തമായിട്ട് വൃത്തിയായിട്ട് തീർക്കാൻ പറ്റും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് മേളിലോട്ട് പോവാം. ഇത് ഇത്രയും തീർന്ന് നമ്മുടെ ആദ്യത്തെ ഒരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയും കേരളം ഭരണ സംവിധാനവും തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ മുകളിലോട്ട് ചാടാം. അതായത് അവിടെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഭാഗത്ത് ഈ 3 ടോപ്പിക്കൂടെ ചേർത്ത് 15 മാർക്കാണ് നിങ്ങൾക്ക് വരുന്നത്. അതിൽ ഹിസ്റ്ററി വളരെ വാസ്റ്റാണ്. ഇത് നമുക്ക് ലാസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം.
ഇത് ഒരു മീഡിയൻ പ്രയോറിറ്റി എന്ന് പറയും. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ എക്കണോമിക്സ് കഴിഞ്ഞാൽ ഇത് ടോപ്പ്. ഓക്കെ, എക്കണോമിക്സ് കഴിഞ്ഞാൽ നമുക്ക് നേരെ എങ്ങോട്ട് ചാടാം? ഭൂമിശാസ്ത്രത്തിലോട്ട് പോകാം. പക്ഷേ ഞാൻ നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അഡ്വൈസ് എന്ന് പറയുന്ന വാക്ക് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ആരെയും ഉപദേശിക്കാറില്ല. പക്ഷേ എൻ്റെ സജഷനായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ധനതത്വ ശാസ്ത്രത്തിനാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ നമ്മുടെ സിലബസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് ഞാൻ സിലബസ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ഈ പറഞ്ഞ നമ്മുടെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള 5 മാർക്ക് വളരെ കുറച്ച് ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ എന്ത് പഠിച്ചാലും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഇപ്പോൾ നിങ്ങൾ ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം പഠിക്കുന്നു. നിങ്ങൾ ഹരിത വിപ്ലവം ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ല. ഹരിത വിപ്ലവത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി പഠിക്കുമ്പോൾ ആ ഏരിയകൾ പഠിക്കാനും അതിൽ നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വസ്തുതകൾ അറിഞ്ഞ് മനസ്സിലാക്കുക, വസ്തുതകൾ അറിഞ്ഞ് പഠിക്കുക. പിന്നെ ഇനി നമ്മൾ നോക്കുമ്പോൾ 4 മാർക്കിൻ്റെ ബയോളജി കിടപ്പുണ്ട്. ഈ 4 മാർക്കിൻ്റെ ബയോളജി നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന ടോപ്പിക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ മിക്കവാറും ബയോളജി ചോദിക്കാറില്ല. അത് സാധാരണ ചോദിക്കാറുള്ള എവിടെയാണ്? ജോഗ്രഫിയിൽ. കഴിഞ്ഞ SI പരീക്ഷയ്ക്ക് മാത്രമാണ് ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ഭാഗത്തുനിന്നൊരു ചോദ്യം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചത്. അല്ലാത്ത പക്ഷം ചോദ്യങ്ങൾ ഫോഴ്സ് ലെവൽ പരീക്ഷയ്ക്ക് മിക്കവാറും ഇതൊക്കെ മേളിലാണ് വരുന്നത്, അല്ലെങ്കിൽ ആ ഭാഗം ചോദിക്കാറില്ല. ഓക്കെ, വൈറ്റമിൻസ് ചോദിക്കാം, രോഗകാരികൾ ചോദിക്കാം, അങ്ങനെ ബാക്ടീരിയ രോഗം, അങ്ങനെയുള്ള കുറേ രോഗങ്ങളുണ്ടല്ലോ, അതൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചു പോകുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് സയൻസ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. കാരണം ഇത് നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നിങ്ങൾ ഈ 100 മാർക്ക് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഫോഴ്സ് ലെവൽ പരീക്ഷയ്ക്ക് നിങ്ങൾ എപ്പോഴും സേഫായിട്ട് നിൽക്കാൻ ഒരു 55+ വാങ്ങിക്കുക. പോലീസിനാണെങ്കിൽ ഒരു 55+ വാങ്ങിക്കുക. എക്സൈസിനാണെങ്കിലും ഒരു പോലീസിന് 55+ തന്നെ ഇനി ഞാൻ പറയും. എക്സൈസിനാണെങ്കിലും 55+ വാങ്ങിക്കുക. ഫയർമാനൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 57+ വാങ്ങിക്കുക. ബീറ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി ഒരു 60+ അടിക്കാനുള്ള പഠനം പഠിക്കുക. കാരണം അത് അത്ര മാർക്ക് വാങ്ങിച്ചിട്ടേ കാര്യമുള്ളൂ. കഴിഞ്ഞ ലിസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് അറിയാൻ പറ്റും. അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസർ ആണെങ്കിൽ പോലും നിങ്ങൾ ഇനി 60+ എയിം ചെയ്ത് പഠിച്ചു വരും. കാരണം പരീക്ഷ കാലമല്ലേ വരുള്ളൂ. ഇതായിരിക്കണം നിങ്ങൾ ടോപ്പ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ ഒരു ലിസ്റ്റിൻ്റെ തുമ്പത്ത് വന്നൊരു കാര്യമില്ല. ലിസ്റ്റിൻ്റെ മുകളിൽ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാർക്ക് റേഞ്ച് തന്നെ നിങ്ങൾ പഠിച്ചേ പറ്റൂ. കട്ട് ഓഫ് ചിലപ്പോൾ 53.33 ഉള്ള എല്ലാവരും ലിസ്റ്റ് ഉണ്ടെന്ന് പറയാം. എനിക്ക് 55 മാർക്കുണ്ട്, കൊള്ളാമല്ലോ. അതല്ല വേണ്ടത്. 53 മാർക്ക് വരുന്ന കട്ട് ഓഫ് വരുന്ന പരീക്ഷയ്ക്ക് 63 മാർക്ക് വാങ്ങിച്ചാൽ 10 മാർക്ക്. ഈ 10 മാർക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടില്ല? നിങ്ങൾക്ക് മാക്സിമം സമയം നിങ്ങൾ പഠനത്തിന് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കറുത്ത ഷർട്ട് ഇവിടെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനെന്ന് പറയുമ്പോഴത്തേക്കും ഐ ആം ദി എക്സാമ്പിൾ. ഓക്കെ, അതുകൊണ്ട് ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. പിന്നെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അതെല്ലാം നമുക്ക് സംസാരിക്കാം. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കാര്യം സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത അടുത്ത സംഭവത്തിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു കാര്യങ്ങളിൽ ഊന്നിയായിരിക്കും നമ്മുടെ ഈ സെഷൻ മുഴുവൻ പോകാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ സംസാരിക്കും. പോമഡോറോ എന്താണ് സംസാരിക്കും. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്താ മിനിമം ഒരു 500 ക്വസ്റ്റ്യൻ. അതിൻ്റെയൊക്കെ പരിപാടി പറയാം. 500 എന്ന നമ്പർ കണ്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇത് മാത്രമാണ് ഈ ഒരു സ്ലൈഡിൽ എനിക്ക് സംസാരിക്കുന്നത്. ചേഞ്ച് യുവർ സ്റ്റഡി സ്പേസ്. അതായത് നിങ്ങളെ വീട്ടിലിരുന്ന് പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പയ്യന്മാരൊക്കെ ആണെങ്കിൽ വീട്ടിൽ വെറുതെ അടഞ്ഞുകൂടി ഇരിക്കരുത്. കാരണം നിങ്ങളെ കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിങ്ങളുടെ കട്ടിലുണ്ടാവും, തൊട്ടടുത്ത് ഫോൺ ഉണ്ടാവും, ഫോൺ ചാർജിന് കുത്തുള്ള സ്ഥലം ഉണ്ടാവും. നിങ്ങൾ പോയി അവിടെ കുത്തുന്നു, അവിടെ ഇരിക്കുന്നു കാര്യങ്ങളല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതൊന്നും വേണ്ട. നിങ്ങൾ കുറച്ച് നാളത്തേക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സ്പേസ് ഒന്ന് മാറ്റുക. ഓക്കെ, നമ്മൾ പറയുന്ന ഇതിലേക്ക് എത്തുന്ന എവിടെയെന്ന് കാണിച്ചു തരാം. സ്റ്റഡി സ്പേസ് ഒന്ന് മാറ്റുക. സ്റ്റഡി സ്പേസ് നിങ്ങൾക്ക് പറ്റും. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ കനകക്കുന്ന് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. എക്സാമ്പിൾ പറയാം. തിരുവനന്തപുരം ജില്ലയിൽ കനകക്കുന്ന് എന്ന സ്ഥലമുണ്ട്, മ്യൂസിയം എന്ന സ്ഥലമുണ്ട്. നിങ്ങൾക്ക് അറിയാം. തിരുവനന്തപുരത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ 2 സ്ഥലങ്ങൾ അറിയാം. തിരുവനന്തപുരത്ത് കനകക്കുന്ന്, മ്യൂസിയം, 2 സ്ഥലങ്ങളും അറിയാം. ഞാൻ പോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് ഒരു പ്രൈവറ്റ് ജോലി, സൂപ്പർ നോട്ട്സിൽ വരുന്നതിന് മുമ്പ് ഒരു പ്രൈവറ്റ് ജോലി ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു ജോലിയിൽ നിന്നുകൊണ്ട് അവിടെ ചോറ് കഴിക്കാനൊക്കെ പോകുന്ന സമയത്ത് ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ്സുകൾ കേൾക്കുമായിരുന്നു. ക്ലാസ്സുകൾ എങ്ങനെ കേൾക്കുക? ഞാൻ രസകര കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഇത് ഒന്ന് ഫോളോ ചെയ്യുക. റെക്കോർഡ് യുവർ ഓൺ വോയിസ്. ഓക്കെ, റെക്കോർഡ് യുവർ വോയിസ്. നിങ്ങളെ തന്നെ ടീച്ചറായിട്ട് കാണുക. നിങ്ങളുടെ ശബ്ദം നിങ്ങളെ എത്ര സുന്ദരമായി കാര്യങ്ങൾ പഠിപ്പിക്കുമെന്ന് പറയുമ്പോൾ. കാരണം സ്പെഷ്യൽ ടോപ്പിക്ക് മുഴുവൻ, അതായത് അന്ന് IPC CRPC എവിഡൻസ് ആക്ട് ഉള്ള കാലത്താണ് ഞാൻ ആ പരീക്ഷ എഴുതി. 1860 വന്ന നിയമം അവസാനമായിട്ട് കൊണ്ടുവന്നത്, അവസാനമായിട്ട് എഴുതിയത് ഞങ്ങളാണ്. ഞങ്ങളുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റാങ്ക് ലിസ്റ്റാണ്. ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റൊക്കെ BNSൻ്റെ പിള്ളേരാണ്. ഞങ്ങളൊക്കെ IPCയുടെ പിള്ളേരാണ്. പക്ഷേ BNS പഠിച്ചേ പറ്റൂ, വേറെ കേസ്. ഞാൻ പഠിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഓക്കെ, എനിവേ എന്നെ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് വാങ്ങിക്കാൻ സഹായിച്ച ഒരു സംഭവം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ വോയിസ് തന്നെ റെക്കോർഡ് ചെയ്യുമായിരുന്നു.
ഞാൻ എൻ്റെ വോയിസിനെ റെക്കോർഡ് ചെയ്ത് റിപ്പീറ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവും. ഓക്കെ, ഞാനിവിടെ നോക്കാം അന്നത്തെ കാലത്ത് 302 മർഡറിനുള്ള ശിക്ഷ, 300 മർഡറിൻ്റെ ഡെഫിനിഷൻ. ഈ സാധനം ഇങ്ങനെ പഠിക്കും. അപ്പോൾ എൻ്റെ സൗണ്ടിൽ തന്നെ കേൾക്കുമ്പോഴുള്ള പ്രത്യേകത, ചോദ്യ പേപ്പർ ഇത് കാണുമ്പോൾ ഞാൻ എന്നോട് തന്നെ സംസാരിക്കും. എൻ്റെ മൈൻഡ് വോയിസ് തിരിച്ചു വന്നിട്ട് എന്നോട് പറയും, ഇത്ര ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, ഇത്ര ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ടോബി പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലാവും. അങ്ങനെ എന്ത് ചെയ്യും, ഈ ഒരു സംഭവം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. കറണ്ട് അഫെയർ ആണെങ്കിൽ പോലും ഞാൻ എല്ലാം പറഞ്ഞു തരാം, നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സ്ലൈഡിൽ നോക്കും. ഇവിടെ ആകെ പറയാനുള്ള ചേഞ്ച് യുവർ സ്റ്റഡി സ്പേസ്. നന്നായിട്ട് നിങ്ങളുടെ സ്റ്റഡി സ്പേസ് ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി വരിക. നിങ്ങൾ ഫോഴ്സിൽ പോകുന്നത് കംഫർട്ട് സോണിൽ ഇരിക്കാൻ വേണ്ടിയില്ല, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അവർ ബ്രേക്ക് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നൊരു പഠനം തന്നെ നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്യുക. ഡോണ്ട് സെറ്റിൽ ഫോർ ലെസ്. ഓക്കെ, ഡോണ്ട് എവർ സെറ്റിൽ ഫോർ ലെസ്. യു ഹാവ് ടു ഡ്രീം ഹൈ ആൻഡ് റൺ ഫോർ ഇറ്റ്. ഓക്കെ, യു ഹാവ് ടു റൺ അപ്പ് ഫോർ ദ ഹിൽസ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഞാൻ ഈ പറയുന്ന കോട്ടൊക്കെ അങ്ങ് എഴുതിയെടുക്കുന്നുണ്ട്, ജസ്റ്റ് കേട്ട് പോയാൽ മതി. ഓക്കെ, എനിവേ, you have to carry your weight. Okay, no one's gonna carry your weight, so you have to do that. Okay, you have to do it for yourself and your better tomorrow. മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞ മനസ്സിലാക്കുക. ഈ കന്യാകുന്നി മ്യൂസിയം ഞാൻ എൻ്റെ സ്ഥലം എഴുതി വെച്ച് കേട്ടോ. ഞാൻ അവിടെ പോയിരുന്ന് മുട്ടം കൊതുകടിയും കൊണ്ടിട്ട് രാത്രി ഇരുന്ന് വായിച്ചിട്ടുണ്ട്. ഒരുപാട് ടീമുകൾ അവിടെ വന്നിരുന്ന് വായിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ആരെ ശല്യപ്പെടുത്താത്ത ബാക്കിൽ ഒരു സൈഡിൽ പോയിരുന്നിട്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കന്യാകുന്നിൻ്റെ നിങ്ങൾ ഒരുപാട് സ്റ്റാറ്റസിലൊക്കെ ആ സ്ഥലം കണ്ടിട്ടുണ്ട്. ഒരുപാട് മ്യൂസിക് കോൺസേർട്സ് കാര്യങ്ങളൊക്കെ നടക്കുന്ന നമ്മുടെ തിയേറ്റർ നിശാഗന്ധിയാണോ ടാഗോറാണോ, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ. നിശാഗന്ധി, ടാഗോർ അവിടെയാണ്. ഓക്കെ, പോട്ടെ. എനിവേ, നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായല്ലോ. അവിടെ ആ സൈഡിൽ വന്നിരുന്നിട്ട് ഒരു തൂണിൽ ചാരി വന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. നല്ല കട്ടക്കൊതൂരും അതൊക്കെ അടിച്ചടിച്ചിരുന്ന് അവിടെ നിന്ന് പഠിക്കുക എന്നതാണ് എൻ്റെ രീതി എന്ന് പറയുമ്പോഴത്തേക്ക്. പിന്നെ എനിക്കൊരു സ്റ്റഡി സർക്കിൾ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ എപ്പോൾ തൊട്ടാണ് കന്യാകുന്നിലോട്ടൊക്കെ പോയിരുന്ന് വായിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പിന്നെ ജോബുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രൈവറ്റ് ജോബ് വേറെ ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സെറ്റാവാതെ വന്നപ്പോഴാണ് നമ്മൾ പഠനം ഇങ്ങോട്ട് മാറ്റിയത്. അല്ലെങ്കിൽ എനിക്കൊരു ചെറിയ സ്റ്റഡി സർക്കിളുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു അത് പഠിച്ചുകൊണ്ടിരുന്നത്. കാര്യങ്ങളെല്ലാം വളരെ സെറ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, പോട്ടെ, നമുക്ക് അടുത്ത് നോക്കാം. എന്നെ വളരെയേറെ സഹായിച്ച ഒരു ടെക്നിക്കാണ് ഈ പോമഡോറോ ടെക്നിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക്. ഞാൻ ഇവിടെ തക്കാളിയുടെ പടമൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 25 മിനിറ്റ് നിങ്ങളൊരു 25 മിനിറ്റ് പഠിക്കുക. ഓക്കെ, ഇതിനെ സ്ലോട്ടുകളൊക്കെ. നിങ്ങൾക്ക് ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കാൻ സമയമുള്ള ആളാണ്, പക്ഷേ 10 മണിക്കൂർ പഠിക്കാനുള്ള മനസ്സ് വരുന്നില്ല. പോമഡോറോയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് തന്നെ പ്ലേ സ്റ്റോറിൽ കിട്ടും. പോമഡോറോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാം. ഞാൻ പോമഡോറോയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു കുപ്പി വെള്ളം കൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് എൻ്റെ വെള്ളം. മനസ്സിൽ വിചാരിച്ചോ, ഇതെൻ്റെ ഒരു കുപ്പി വെള്ളം. എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ എൻ്റെ ഫ്രണ്ടിലുണ്ടാവും. അല്ലെങ്കിൽ മിക്കവാറും ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. അത് എപ്പോഴും ഞാൻ അങ്ങനെ തന്നെ എൻ്റെ PSC പഠനം. ഞാൻ ഭാവിയിൽ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്നേ പോലും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമേ പഠിക്കുകയുള്ളൂ. അല്ലാതെ മറ്റ് പ്രസിദ്ധീകരണങ്ങളുടെ പുറകെ ഞാൻ പോകില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തമായ സോഴ്സാണ് എൻ്റെ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ ഞാൻ മറ്റ് പ്രസിദ്ധീകരണങ്ങൾക്ക് പുറകെ പോകേണ്ട ആവശ്യം എനിക്കില്ല. ഓക്കെ, അത് തന്നെ ഞാൻ കോൺഫിഡൻസ് ആയിട്ട് തന്നെ പറയും കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളത് എൻ്റെ മൗലികമായ ഒരു അവകാശമാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്നോട് വെറുതെ വന്നിട്ട്, എന്നോട് കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ കുട്ടികളെന്നൊന്നും അഭിസംബോധന ചെയ്യുന്നില്ല, നിങ്ങൾ ഉദ്യോഗാർത്ഥികളാണ്. അപ്പം കുറച്ച് ഉദ്യോഗാർത്ഥികൾ എന്നോട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, സാറേ ഇന്ന റാങ്ക് ഫെയിൽ ഉള്ളാമോ, ഇന്ന റാങ്ക് ഫെയിൽ ഉള്ളാമോ. ഞാൻ പറഞ്ഞു, ഞാൻ ഇത് രണ്ടും ഉപയോഗിച്ചിരുന്നു. എൻ്റെ പഠനത്തിൻ്റെ തുടക്കകാലത്തിൽ ഉപയോഗിച്ചിരുന്നു. പക്ഷേ നമ്മൾ പോലീസിൽ ഈ ലിസ്റ്റിലേക്ക് ആവാനുള്ള പഠനത്തിനൊന്നും ഞാനത് യൂസ് ചെയ്തിട്ടില്ല. കാരണം അത് സജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏത് പബ്ലിക്കേഷൻ വാങ്ങാതിരിക്കാം. പക്ഷേ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മനസ്സിൽ മുഴുവൻ PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അത് പഠിച്ചതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഒരു നല്ലൊരു റാങ്കിൽ, ആദ്യത്തെ ഒരു 50 റാങ്കിനകത്ത് എത്താൻ സാധിച്ചതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ഞാൻ ബാക്കി പറയാൻ വന്ന കാര്യം പറയാം. ഈ 25 മിനിറ്റിൻ്റെ സ്ലോട്ട് സെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റിൻ്റെ ബ്രേക്ക് എടുക്കാം. ഈ 5 മിനിറ്റിൻ്റെ ബ്രേക്ക് എടുക്കുമ്പോൾ വെള്ളം കുടിക്കുക. ശകലം ഒരു കവിള് വെള്ളം കുടിക്കുക. എന്നിട്ട് നിങ്ങൾ പഠനം ആരംഭിക്കുക. ഇതിങ്ങനെ കറങ്ങി വരും. ഓക്കെ, ഇതൊരു ലൂപ്പാണ്. ഈ ലൂപ്പ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഇതൊരു ലൂപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലൂപ്പാണ്. ഈ ലൂപ്പ് നിങ്ങൾക്ക് എപ്പോൾ ബ്രേക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് പോമഡോറോ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ അതുവരെ ഈ ലൂപ്പിനകത്ത് നിങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. 25 മിനിറ്റ് നിങ്ങൾ പഠിക്കും, 5 മിനിറ്റ് 25 മിനിറ്റ് നിങ്ങൾ പഠിക്കും, 5 മിനിറ്റ്. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പഠനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണമുണ്ടാകാൻ പോകുന്ന ആൾ നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, എനിക്കറിയില്ല. പക്ഷേ അതാണ് പരമപ്രധാനം. ഓക്കെ, അപ്പോൾ പോമഡോറോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക. കൂട്ടത്തിൽ നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ആകാതിരിക്കാനായിട്ട് ഒരു കുപ്പി വെള്ളം മസ്റ്റായിട്ട് അടുത്ത് വെച്ചിരിക്കുക. പിന്നെ ഹെവി മറ്റേ ഫാറ്റി സ്നാക്സ് ഒന്നും എടുത്ത് തിന്നരുത്. ഉത്തമം കുറച്ച് സാലഡ് വെള്ളരി 10 രൂപയേ ഉള്ളൂ, വാങ്ങിക്കുക, അരിയുക. ശകലം നമ്മുടെ കുരുമുളകും ഉപ്പും ഒക്കെ വിതറി ഒരു സൈഡിൽ വെച്ചിരിക്കുക. എന്നിട്ട് എടുത്ത് കഴിക്കുക. നിങ്ങൾക്ക് വിശപ്പും വരില്ല, ദാഹവും വരില്ല.
ഓക്കെ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കൂ, വിജയം സുനിശ്ചിതം. നിങ്ങൾ മറ്റേ മട്ടൻ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വെച്ചാൽ ഞാൻ പഠിക്കാതിരിക്കും എന്ന് പറഞ്ഞാൽ നടക്കില്ല. ബിരിയാണി കഴിക്കരുതെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിനെ ചോദ്യം ചെയ്തതൊന്നുമല്ല. പക്ഷേ പഠനം എന്നൊരു കാര്യം മുന്നിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ത്യജിച്ചവൻ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുള്ളൂ. ഉദാഹരണവും ഈ ഞാൻ തന്നെ. കാരണം എനിക്ക് മറ്റുള്ളൊരു ഉദാഹരണം കാണിച്ച് പറഞ്ഞുതരാൻ അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ഉദാഹരണങ്ങൾ തന്നെയാണ് ഇവിടെ സംസാരിക്കുന്ന കാര്യം. ഞാൻ ചെയ്ത കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ചെയ്തത് തന്നെയാണ് എൻ്റെ ഉദാഹരണം. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് സൺഫീസിൻ്റെ ബൗൺസ് എന്ന് പറയുന്ന ഒരു ബിസ്ക്കറ്റ് ഉണ്ട്. 10 രൂപയുള്ളൂ അതിൻ്റെ വില. ഈ 10 രൂപയുടെ ബിസ്ക്കറ്റും പിന്നെ 4 മണിക്ക് കിട്ടുന്ന ഒരു കാപ്പി, ഇതായിരുന്നു എൻ്റെ ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക്. നമ്മൾ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് താഴെ നമുക്ക് കട്ടൻ കിട്ടും. ആ കട്ടന് ഈ ബിസ്ക്കറ്റ് 10 രൂപയുടെ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ അതും കഴിച്ചിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. പിന്നെ എന്നെ പോലെ ആവണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഉദാഹരണം, എനിക്ക് ഭയങ്കരമായിട്ട് ആഹാരപ്രിയനാണ് ഞാൻ. എപ്പോഴും ആഹാരപ്രിയനാണ്. പക്ഷേ ഇപ്പം അധികം കഴിക്കാറില്ല. ലൈഫ് സ്റ്റൈൽ മാറിപ്പോയി. വളരെ ആസ്വദിച്ച് ആഹാരം കഴിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് ഞാൻ. ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ശകലം ഒന്ന് മാറ്റി നിന്നിട്ട് ഞാൻ ഈ പറയുന്ന മറ്റ് പിന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇന്ന് ഞാൻ ഹാപ്പിയാണ്. ഇന്ന് മനസ്സമാനത്തോടെ ഒരു ബിരിയാണി കഴിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. സിമ്പിൾ. ദാ വരുന്നു ദ കിങ്. ദ കിങ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന മെറ്റീരിയലാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. എന്തുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിങ് ആകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ കാണിച്ചത് നെടുനീളൻ പിന്നെ എന്താണ് നമ്മുടെ സിലബസിനകത്തുള്ള എല്ലാ ചോദ്യങ്ങളും PSC ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. അതിൻ്റെ എല്ലാം ബ്ലൂ പ്രിൻ്റ് കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ബ്ലൂ പ്രിൻ്റ് കിടക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കും കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇനി നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കിട്ടി. ഇപ്പം എന്താണ് മാവോ സേത്തുങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു ചൈനീസ് വിപ്ലവത്തിന് ചോദിച്ചു. നിങ്ങൾക്ക് ചൈനീസ് വിപ്ലവത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ, മാവോ സേത്തുങ്ങിൻ്റെ ലോങ് മാർച്ചിനെ പറ്റി പഠിക്കണം, അയാൾ എത്ര ദൂരം പോയി എന്ന് പഠിക്കണം, ആരുടെ നിന്നൊക്കെ ഗ്രാമം മാറ്റി, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഗൂഗിൾ ഫ്രണ്ടിൽ കിടപ്പുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒന്ന് ജസ്റ്റ് നോക്കാം. ആക്യുറേറ്റ് സോഴ്സ് ആണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം SCERT നല്ലൊരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. SCERT ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിങ്ങളൊരു ചോദ്യം, ഇപ്പം നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു ചോദ്യം കാണും. നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് SCERT എവിടെയാണോ കിടക്കുന്നത് ആ ഒരു കുറിപ്പൊന്ന് വായിക്കുക. ആ ഒരു കുറിപ്പൊന്ന് വായിച്ചു വെക്കുക. അത് ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം, അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുത്തും. അപ്പോൾ അതായത് നിങ്ങളിപ്പോൾ ഹരിത വിപ്ലവത്തിനെ പറ്റി പഠിക്കുന്നെങ്കിൽ ഹരിത വിപ്ലവത്തിൽ ഏതൊക്കെ പിന്നെ സംസ്ഥാനങ്ങൾക്കാണ്, ചിലപ്പോൾ ചോദ്യം അങ്ങനെ ആയിരിക്കും, ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് ഹരിത വിപ്ലവം ആദ്യം ഗുണം ചെയ്തത്. അവിടെ പഞ്ചാബ് ഹരിയാന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എക്സ്ക്യൂസ് മീ. അപ്പോൾ അന്ന് പഞ്ചാബും ഹരിയാനയും, അത് കഴിഞ്ഞ് രണ്ടാം വേവ് എപ്പോഴാണ് വന്നത്, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്ത പരീക്ഷയ്ക്ക് ഈ രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പോൾ അങ്ങനെ നിങ്ങളെ ഒരുപാട് സഹായിക്കും. എന്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ മാഹാത്മ്യം അറിഞ്ഞവൻ PSC ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ചരിത്രം അതാണ്. അല്ലാതെ വെറുതെ ഇരുന്ന് സിലബസ് എടുത്തു വെച്ചിട്ട് എല്ലാ ടോപ്പിക്കും പഠിക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം PSC ചോദ്യമിടുന്നവന്റെ മനസ്സറിഞ്ഞ് പഠിക്കണം. എൻ്റെ മൈൻഡ് അതാണ്, ചോദ്യമിടുന്നവന്റെ മനസ്സറിഞ്ഞ് പഠിക്കണം. ലാൻഡ് പിന്നെ ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം നിങ്ങൾക്ക് വരുന്നു. നിങ്ങൾ ഭൂപരിഷ്കരണം നിങ്ങൾ ഏതൊക്കെയോ പ്രസിദ്ധീകരണങ്ങളെന്ന് വായിച്ചിട്ട് പോയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ പഠിച്ച സാധനമല്ല വന്നതെന്നുണ്ടെങ്കിൽ then I am sorry for that. നിങ്ങൾക്കത് കിട്ടാത്തതിൽ you should have to sorry for yourself. കാരണം എന്താണ്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയില്ല. ഇത്രയും മഹത്തായ ഒരു ഡേറ്റ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ട് അത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രം തെറ്റാണ്. നിങ്ങൾക്ക് പരീക്ഷ കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് PSC ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നെങ്കിൽ നിങ്ങളുടെ തെറ്റാണ്. കാരണം എന്താണ്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ കണ്ണോടിച്ചിട്ടില്ല. അല്ലെങ്കിൽ പ്രീവിയസ് 2021 മുതൽ നോക്കൂ, നിങ്ങൾക്ക് 2021 മുതൽ 2021 മുതൽ 25 വരെ പൊന്നേ പോലെ നിങ്ങൾക്ക് 10th ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കാം, 12th ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഏകദേശം എത്ര ചോദ്യങ്ങളാണ് നിങ്ങൾ വിട്ടുകളഞ്ഞത്. ഈ ചോദ്യങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു PSC പരീക്ഷയുടെ മുമ്പ് പോയിരിക്കാൻ പറ്റും? ഫോഴ്സ് ലെവൽ എന്നല്ല, ഒരു പരീക്ഷയ്ക്കും പോകാൻ നിങ്ങൾ യോഗ്യരല്ല. എന്ന് ഞാൻ പറയും. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കാതെ, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ പരീക്ഷയ്ക്ക് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥി ആ പരീക്ഷ എഴുതാൻ യോഗ്യനല്ല, അല്ലെങ്കിൽ യോഗ്യയല്ല എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. കാരണം ഇതാണ്, നിങ്ങളുടെ മുമ്പിൽ ഇത്ര ഓതന്റിക് അല്ലെങ്കിൽ ദ മദർ കോണ്ടന്റ് വരുന്ന സോഴ്സ് നിങ്ങൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഹൗ ക്യാൻ യു ക്രാക്ക് ഇൻ എക്സാമിനേഷൻ എന്നാണ് എൻ്റെ ചോദ്യം. ഹൗ ആർ യു ഗോയിങ് ടു ക്രാക്ക് ഇറ്റ്? ഹൗ ആർ യു ഗോയിങ് ടു ക്രാക്ക് such an exam like PSC, okay, which contains lot of previous year questions behind you, and you're not facing it and you're not referring it, and you're going for an examination and you want to crack it? How are you going to crack it? Simple. Okay, anyway, previous year question മഹാത്മ്യം അറിഞ്ഞുകൊണ്ട് മാത്രമേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാവൂ, അല്ലെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോകരുത്. നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കാം. ഞാൻ ഈ പറയുന്ന ഹാർഡ് ട്രൂത്താണ്.
sometimes hardest truth can't be accepted, but you have to accept the fact. If you have the right mind to accept what it really is, okay, then you are on the game. ഓക്കെ, എന്തായാലും ഈ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ മഹാത്മ്യം അത്രയും ഡീറ്റെയിൽ ചെയ്താണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ദാ അടക്കുന്നു അടുത്ത പരിപാടി. 10 10 10 10 10 10 വിട്ടുകളയരുതേ. മിനിമം 500 ക്വസ്റ്റ്യൻ. കാരണം നിങ്ങൾക്ക് 500ന് മുകളിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ 500 ക്വസ്റ്റ്യൻ എങ്കിലും അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 50 പരീക്ഷ നിങ്ങൾ എടുക്ക്, 50 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്ക്, 500 × 10, പക്ഷേ 50 × 10 500 ആയോ? 50 മലയാളം എടുക്ക്, 50 × 10 പോട്ട് 500 ആയോ അങ്ങനെ. പിന്നെ മാത്സ് ചെയ്ത് പഠിച്ചാലേ പറ്റൂ. നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് നിന്ന് വെറുതെ നിങ്ങൾ ടോപ്പിക്ക് പോയി പഠിച്ച് യു ആർ ഗോയിങ് ടു വേസ്റ്റ് യുവർ പ്രഷ്യസ് ടൈം. അത് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 10 മാർക്കിൻ്റെ ടോപ്പിക്ക് വ്യക്തമായിട്ട് ഇൻക്ലൂഡിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുക. ഇവിടെ ചെയ്ത് പഠിക്കുക. ഡു ഇറ്റ്. ഓക്കെ, വർക്ക് ചെയ്ത് പഠിക്കുക. ഇത് വായിച്ച് പഠിക്കുക. മാക്സിമം കോണ്ടന്റ് വായിക്കുക. ഓക്കെ, ജസ്റ്റ് ഇൻഹെയിൽ maximum content and exhale, good for your examination. Okay, inhale exhale technique ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. എനിവേ, നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 3 സംഭവം, അതായത് ഇന്റർ കണക്റ്റഡ് ആണ്. ഭയങ്കരമായിട്ട് ഈ സാധനങ്ങൾ ഇന്റർ കണക്റ്റഡ് ആണ്. ഈ 30 മാർക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ പോയി പരീക്ഷ ഹാളിൽ കുറേ ടോപ്പിക്ക് വായിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് കിട്ടാൻ പോകുന്നില്ല. ഈ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം കിട്ടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ you must and you should നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെ യു ഷുഡ് ഗോ ത്രൂ ഇറ്റ്. ദെൻ ഓൺലി യു വിൽ ബി ഏബിൾ ടു ക്രാക്ക് ഇറ്റ്. അതർവൈസ് അങ്ങനെ താടിക്ക് കൈ കൊടുത്ത് വെറുതെ ഇരിക്കുക. ഓക്കെ, എന്തായാലും ഈ ഭാഗത്ത് വരുന്ന സാധനങ്ങൾ, ഇഫ് യു റിയലി വോണ്ട് ടു ക്രാക്ക് ഇറ്റ്, ഇഫ് യു റിയലി വോണ്ട് ടു ഗെറ്റ് എ ജോബ്, ഓക്കെ, ഗെറ്റ് എ ലൈഫ്, ലിസൺ ദിസ് ഈസ് പ്രഷ്യസ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം എത്രമാത്രം പ്രഷ്യസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ജസ്റ്റ് ഇൻഹെയിൽ ഓൾ ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സെയിൽ ഗുഡ് ഫോർ യുവർ എക്സാമിനേഷൻ. ഈ ഒരു ഭാഗത്ത് നിന്ന് 500 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോയവർ, ഞാൻ പറഞ്ഞത് വലിയ നമ്പറൊന്നുമല്ല, 50 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ തന്നെ 500 ക്വസ്റ്റ്യൻ കിട്ടും. എത്രയോ ക്വസ്റ്റ്യൻസ് ഓൾറെഡി 10 + 2 ലെവലിൽ നടന്നു കഴിഞ്ഞു. എത്രയോ ചോദ്യ പേപ്പർ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇഫ് യു ഹാവ് ദ റൈറ്റ് ടൈം, നിങ്ങൾക്കൊരു അഡ്വൈസ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് വെറുതെ വരില്ല. ഇഫ് യു ആർ റെഡി ടു സാക്രിഫൈസ് സംതിങ്, യു വിൽ ഗെറ്റ് സംതിങ്, എന്താ പറയുക, ഇൻവാല്യൂബിൾ. ഓക്കെ, ഇൻവാല്യൂബിൾ. ഓക്കെ, അതിൻ്റെ ദ ഹാപ്പിനെസ് വിൽ ബി ലൈക്ക് ഇൻഎക്സ്പ്ലിക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇറ്റ് വുഡ് ബി ഇൻഎക്സ്പ്ലിക്കബിൾ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജസ്റ്റ് മേക്ക് യുവർ ജേർണി സോ ക്രെഡലസ്. എങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർ കണ്ട് ഇൻസ്പയർ ആവുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം, മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഇനിയാണ് അടുത്ത പരിപാടി. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ട് എന്തൊക്കെയാണ് കറണ്ട് അഫെയർ നോക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂപ്പർ നോട്ട്സിൽ യു വിൽ ബി ഹാവിങ് ഡെയിലി കറണ്ട് അഫെയർസ്. ഓക്കെ, ഉണ്ട്. യു വിൽ ബി ഹാവിങ് വീക്ക്ലി കറണ്ട് അഫെയർസ്. ഉണ്ട്. യു വിൽ ബി ഹാവിങ് മന്ത്ലി കറണ്ട് അഫെയർസ്. ഉണ്ട്. സോ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ പത്രവും വായിച്ച് കറണ്ട് അഫെയറിൻ്റെ നോട്ടൊക്കെ എഴുതിയെടുത്ത് പഠിക്കാൻ പോകണേണോ? നടക്കൂല. നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഡെയിലി രാവിലെ 10:30 എന്ന് പറയുന്ന സമയം, പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ 6:30 മുതൽ 9 വരെ സീരിയലിന് മുമ്പ് ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ രാവിലെ 10:30 എന്ന് പറയുന്ന സമയം കുറച്ച് നേരം നിങ്ങൾക്ക് കറണ്ട് അഫെയറിന് മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഐ ക്യാൻ അഷോ യു ഡെയിലി കറണ്ട് അഫെയർസ്, വീക്ക്ലി കറണ്ട് അഫെയർസ് ആൻഡ് മന്ത്ലി കറണ്ട് അഫെയർസ് നിങ്ങൾ സെറ്റായിരിക്കും. കാരണം അത് പറയാൻ സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടി കാർത്തിക മിസ് എന്ന് പറയുന്നൊരു ഒരു ആയുധം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കൃത്യമായ രീതിയിൽ വന്ന് തൊടുക്കേണ്ട സ്ഥലത്ത് തൊടുക്കുന്ന ഒരു ആയുധമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫെയർസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർത്തിക മിസ്സിനെ, സൂപ്പർ നോട്ട്സിൻ്റെ പ്രേക്ഷകരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കാർത്തിക മിസ്സിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഞാൻ അത്രയും കൃത്യമായിട്ട്, കാരണം പണിയെടുത്തിട്ടാണ് അവരോരോ പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്. പണിയെടുത്തിട്ടാണ് അവർ പരിപാടി ചെയ്യുന്നത്. അതുകൊണ്ട് ആ പണിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ആ പണിയിൽ വിശ്വാസമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം അവർക്ക് എടുത്ത് പറയാൻ സ്വന്തമായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറണ്ട് അഫെയർ നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടെ എന്താ നിങ്ങൾ ഇവിടെ വരിക ഞാൻ പറയുന്ന കാര്യം, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനെടുക്കുന്ന സമയം പോലും നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ജോലിയിൽ എത്താൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി മാന്യവും സത്യവും വസ്തുനിഷ്ഠവുമായ കാര്യങ്ങൾ മാത്രമേ എനിക്കിവിടെ പറയാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ അത്തരത്തിൽ വസ്തുതകൾ പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ആ വസ്തുതയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു 10:30 എന്ന് പറയുന്ന സമയം, വീക്ക്ലി കറണ്ട് അഫെയർസ്, മന്ത്ലി കറണ്ട് അഫെയർസ്, നിങ്ങൾ ചുമ്മാ സൂപ്പർ നോട്ട്സിൻ്റെ ചാനലിൽ നിങ്ങൾ കറണ്ട് അഫെയർസ് നോക്കി എത്തോരം ക്ലാസ്സുകൾ അവിടെ കിടക്കുന്നുണ്ട്. വെറുതെ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. യു വിൽ എക്സ്പീരിയൻസ് സംതിങ് വിച്ച് യു
Never ever experienced from any edtech firm. I can surely say that. Just go through it. You will get to know. എനിവേ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങളിവിടെ കാണുക, നിങ്ങൾക്ക് വീക്കിലി ടോപ്പിക് വൈസ് എല്ലാ കറണ്ട് അഫയറും ഇവിടെ ഉണ്ടാവും. സോ ഇതിന് മുകളിൽ എനിക്കൊന്ന് വെക്കാൻ ഇല്ല, ഇതിന് മുകളിൽ എനിക്കൊന്ന് വെച്ച് തരാൻ ആവുന്നില്ല. അതുകൊണ്ടാണ് ഷീ ഈസ് ഇർറിപ്ലേസിബിൾ ടു ബി വെരി ഓണസ്റ്റ് വിത്ത് യു. ഇത് ഞാൻ പറഞ്ഞല്ല, ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം ഇൻ ആൻഡ് ഔട്ട് ഓഫ് സൂപ്പർ നോട്ട്സ് ഓൾറെഡി ടോൾഡ് ദാറ്റ് ഷീ ഈസ് ഇർറിപ്ലേസിബിൾ. ഓക്കെ, മാറ്റി സ്ഥാപിക്കാൻ കഴിയാത്തത് ഇർറിപ്ലേസിബിൾ മീൻസ്. ഓക്കെ, ഇനി സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് 20 മാർക്കിൻ്റെ കഥ പറയാൻ നമ്മൾ 80 മാർക്കിൻ്റെ കഥകൾ സംസാരിച്ചു. ഇനി 20 മാർക്കിൻ്റെ കഥ സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഓരോ പരീക്ഷയ്ക്കും ഓരോ സ്പെഷ്യൽ ടോപ്പിക്കാണുള്ളത്. നിങ്ങൾക്ക് APOയുടെ സ്പെഷ്യൽ ടോപ്പിക് അല്ല CPOയ്ക്കുള്ളത്, അതല്ല CEOയ്ക്കുള്ളത്, അതല്ല ഫയർമാൻ ഫയർ വുമൺ ഉള്ളത്. വ്യത്യസ്തമാണ്. നിങ്ങൾ ഡെയിലി 1 മണിക്കൂർ വീതം ഓരോ സ്പെഷ്യൽ ടോപ്പിക്കിനും കൊടുക്കുക. ടോപ്പിക് ആദ്യം നിങ്ങൾ സിലബസ് എടുത്ത് വെക്കുക. സിലബസ് എടുത്ത് വെച്ചിട്ട് ഏതൊക്കെ ടോപ്പിക്കാണ് സാമ്യമായിട്ട് വരുന്നത്. ചില സ്ഥലങ്ങളിൽ എല്ലായിടത്തും IT ആക്ട് ഒരുമിച്ച് വരുന്നുണ്ട്. ഒരുമിച്ച് പഠിച്ചോ. IT ആക്ട് ഒറ്റയടിക്ക് കിട്ടും. ബാക്കി 18 മാർക്കിനുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാറി സെറ്റ് ചെയ്യുക. എക്സസൈസിൻ്റെ കാര്യം 1 മണിക്കൂർ എക്സസൈസ് പഠിക്കുക. ഒരു ദിവസം കൊണ്ട് ഫുള്ള് ബുക്ക് വായിച്ചു തീർക്കാൻ ഇവിടെ ആരും പറയുന്നില്ല. കൃത്യമായ ഇടവേളകളിൽ വായിക്കുക. കൃത്യമായ ഇടവേളയിൽ വായിച്ച് സ്വന്തം ശബ്ദം, ഈ പറഞ്ഞ പോലെ സ്വന്തം ശബ്ദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് പഠിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് അവിടെ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഞാൻ വെറുതെ പറഞ്ഞല്ല. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗത്ത് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. നിയമങ്ങൾ പഠിക്കുന്നതിനൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുവരെ നടന്ന പോലീസ് പരീക്ഷകളിൽ ഏതൊക്കെ മേഖലകളാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എടുത്തു വെച്ച് നോക്കുക. പിന്നെ ബാക്കി എക്സൈസ് ആണ് നോക്കുന്നത് ഏതൊക്കെ മേഖലകൾ, അങ്ങനെ ഓരോ പരീക്ഷയുടെ ഏതൊക്കെ മേഖലകളാണുള്ളത് അതൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് ചേർത്തുകൊണ്ട് കൃത്യമായ രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ, യു ആർ എലിജിബിൾ ടു ക്രാക്ക് ദിസ് എക്സാമിനേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇത്രയും ഹെവി ആയിട്ട് പഠിച്ചിട്ട് പോകുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഫോഴ്സ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല? യു ക്യാൻ, യു വിൽ, ആൻഡ് വാട്ട് കാൻ ഐ സേ, ദാറ്റ്സ് ഫോർ ഷുവർ. You surely will crack this examination no matter what. കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അപ്പം പറഞ്ഞ എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചിരിക്കുക. ഇനി അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു രീതി, ഞാൻ ഈ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ പോകുന്ന ഒരു പുതിയ ബാച്ചും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ കാക്കി എന്നാണ് ആ ബാച്ചിൻ്റെ പേര്. ഓക്കെ, എക്സ്ക്ലൂസീവ്ലി ഫോർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, CPO, WCPO എല്ലാം. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ലിമിറ്റഡ് സീറ്റ്സ് ആയിട്ട് മാത്രമേ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുക? നിങ്ങൾ ഓൾറെഡി കോഡ് യൂണിഫോമിൽ നിങ്ങൾ തന്ന സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. ഡെയിലി ലൈവ് ഉണ്ടായിരുന്നു. പലർക്കും എന്നെ പരിചയമുള്ളത് പോലും ആ ലൈവുകളിൽ നിന്നുമാണ്. ഓക്കെ, എനിവേ അതുപോലെ ആ ഒരു കോൺഫിഡൻസ് നിലനിർത്തിക്കൊണ്ട് ഓപ്പറേഷൻ കാക്കി എന്ന് പറയുന്ന ഒരു ബാച്ചുമായിട്ട് ഞങ്ങൾ സൂപ്പർ നോട്ട്സ് ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സീറ്റുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അഡ്മിഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ബാക്കി വിവരങ്ങൾക്കായിട്ട് ഇതാ ഇവിടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ട് പോകുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കുക. നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ നിങ്ങളും താൽക്കാലികമായി വിടവാങ്ങാൻ സമയമായി. നിങ്ങൾക്ക് ഏവർക്കും വിജയാശംസയും നിങ്ങൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാഷൻ സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കാക്കിയിടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം സമയം പഠനത്തിലേക്ക് ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു all.